السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ജീവിതത്തിൽ ഒരു പരിശുദ്ധ റമളാൻ നമുക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് വലിയ ഭാഗ്യമായി തന്നെ കാണണം. ആയുസ്സിൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയത്തിലാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. മഗ്ഫിറത്തിൻ്റെ 10 എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 10 ദിവസത്തെ, ഈ 10 രാപ്പകലുകളെ നമുക്ക് പരിചയപ്പെടുത്തിയത്. മഗ്ഫിറത്ത് എന്നത് ഭാഷ അർത്ഥങ്ങൾക്കപ്പുറത്തേക്കും ആശയതലങ്ങൾക്കപ്പുറത്തേക്കും മനുഷ്യൻ്റെ മനസ്സ് എത്തേണ്ട ഒരു വലിയ അനുഭവം എന്നാണ് പരിശുദ്ധ പ്രമാണങ്ങൾ ആ പദത്തെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. താൽക്കാലികമായി പാപമോചനം എന്ന് പറയാറുണ്ട് എങ്കിൽ പോലും മഗ്ഫിറത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം മാത്രമാണ് പാപമോചനം. മഗ്ഫിറത്ത് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു വലിയ മഹാഭാഗ്യം എന്ന രീതിയിലാണ്. അത് ലഭിച്ചാൽ എല്ലാം കിട്ടി എന്നതാണ്. മഗ്ഫിറത്ത് 2-ാമത്തെ 10 ആണെങ്കിലും 1-ലും 3-ലും പ്രാർത്ഥനകളിൽ നമുക്ക് മഗ്ഫിറത്ത് കാണാൻ കഴിയും. മഗ്ഫിറത്ത് തേടുന്നത് 2-ാമത്തെ 10 മാത്രമല്ല, ആദ്യത്തെ 10-ലും അവസാനത്തെ 10-ലുണ്ട്. എന്ന് പറഞ്ഞാൽ റമളാൻ പരിപൂർണമായും മഗ്ഫിറത്തുണ്ട്. നമ്മൾ നിസ്കാരശേഷം ചൊല്ലുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അടുത്ത വാക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്നതാണ്. റമളാനിലെ 3 10കളിലും ഈ ദുആ ഉണ്ട്. കൂടാതെ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന രംഗങ്ങൾ മുഴുവനും മഗ്ഫിറത്ത് ചോദിക്കുന്ന ഒരു ഘട്ടം കാണാൻ കഴിയും. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ബാത്റൂമിൽ നിന്നും പുറത്തു വരുന്ന ആൾ പറയുന്നത് ഗുഫ്രാനക അല്ലാഹുമ്മ അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി അൽഅദാ വഅഫാനി എന്നാണ്. ഗുഫ്രാനക, അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്ത് ഞാൻ തേടുന്നു എന്നാണ് അതിനർത്ഥം. വുളൂഇന്റെ ശേഷമുള്ള ദുആ, വുളൂ അവസാനിച്ചു വന്നതിന് ശേഷമുള്ള ദുആ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഖിരീൻ വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ. മഗ്ഫിറത്താണ് നമ്മൾ അവിടെയും തേടിയിട്ടുള്ളത്. തായിബീങ്ങളിൽ, തൗബ ചെയ്യുന്ന ആളുകളിൽ മഗ്ഫിറത്ത് കിട്ടിയവരിൽ ചേർക്കണമെന്നാണ് വുളൂവിന് ശേഷമുള്ള ദുആയിലും നമ്മൾ പറയുന്നത്. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ച അദബുകൾ പാലിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് മഗ്ഫിറത്ത് കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് റമളാനിലെ 2-ാമത്തെ 10 മാത്രമല്ല, നാം വിചാരിച്ച ഒരു പാപമോചനം മാത്രമല്ല. ഭക്ഷണം കഴിക്കേണ്ട വിധം കഴിച്ചിട്ട് ഭക്ഷണശേഷം ഒരാൾ അള്ളാഹുവോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുന്ന, അല്ലെങ്കിലോ ഭക്ഷണം കഴിക്കുന്ന അദബുകൾ പാലിച്ചു കഴിഞ്ഞാൽ, ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, മൻ അക്കല തുആമൻ ഫഖാല അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ. ഇങ്ങനെ ഹംദ് ചൊല്ലിയിട്ടുള്ള ദിക്ർ ഭക്ഷണം കഴിച്ച ശേഷം ആരെങ്കിലും ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ അല്ലാഹു പരിപൂർണമായും മഗ്ഫിറത്ത് നൽകി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് മഗ്ഫിറത്ത് തേടുന്ന പ്രാർത്ഥന തന്നെയാണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഇമാമാണെങ്കിൽ, മിഹ്റാബിലിരിക്കുന്ന ഇമാമാണെങ്കിൽ, അദ്ദേഹത്തിന്റെ മുട്ടുകാല് മഅ്മൂമിന്റെ നേരെ തിരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കാൽഭാഗം തിരിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് തിരിയുന്നതിന് മുമ്പ് പറഞ്ഞേ പറ്റൂ 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന്. അത് മഅ്മൂമീങ്ങളും പറയണം. നിസ്കാര ശേഷം ആദ്യം പറയുന്നത് 3 വട്ടം മഗ്ഫിറത്താണ്, മഗ്ഫിറത്ത് ചോദിക്കലാണ്.
അതിനപ്പുറത്തേക്ക് ഇനി പിന്നെയും കടന്നു കഴിഞ്ഞാൽ നിസ്കാരം അവസാനിക്കുന്നത് തന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് തുടങ്ങുന്ന മഗ്ഫിറത്ത് തേടുന്ന ദുആയാണ്. നിസ്കാരത്തിൽ സുജൂദുകൾ, 2 സുജൂദുകൾ, നിസ്കാരത്തിലെ ഏറ്റവും വലിയ പുണ്യകർമ്മം സുജൂദാണല്ലോ. സുജൂദ് ഉള്ളത് കൊണ്ടാണ് നിസ്കാരം അഫ്ദലുൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹ എന്ന പദവി എത്തിയത്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്രമം നിസ്കാരമാണെന്ന് പറയുന്നത് നിസ്കാരത്തിൽ സുജൂദ് ഉള്ളത് കൊണ്ടാണ്. സുജൂദ് എന്ന് പറയുന്നത് നിസ്കാരത്തിൽ ജോഡിയായി ചെയ്യുന്ന ഒരേ ഒരു അമല്, മറ്റൊരു അമലും ജോഡിയായി വരുന്നില്ല. ആ 2 സുജൂദിനെ 2 എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ ഫർളായ ഒരു ഇരുത്തമുണ്ട്. അതായത് തൻ്റെ അടിമ യജമാനനായ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭം എന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവോട് അവൻ്റെ അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭമായ സുജൂദിൽ പോലും ഒരു പ്രാർത്ഥനയുടെ അവസരം കിട്ടിയത് അപ്പുറത്തും ഇപ്പുറത്തും 2 സുജൂദ് വെച്ച് അതിൻ്റെ ഇടയിലെ അനർഘമായ നിമിഷങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞ ഒരു നേരം, ആ സമയത്ത് ഒരു കുഞ്ഞു ദുആയുണ്ട്. ആ ദുആയിലൂടെ റബ്ബി ഗ്ഫിർലി വർഹംനി എന്ന് തുടങ്ങുന്ന 7ഓളം കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു ചെറിയ സന്ദർഭം. അവിടെ ആദ്യം തന്നെ തുടങ്ങിയത് റബ്ബി ഗ്ഫിർലി മഗ്ഫിറത്ത് ചോദിച്ചുകൊണ്ടാണ്. അപ്പൊ ജീവിതത്തിന്റെ നിഖില നിമിഷങ്ങളിൽ റമദാന് പുറമെയും നമ്മൾ ഈ മഗ്ഫിറത്ത് നിരന്തരം അല്ലാഹുവോട് ചോദിക്കുന്നുണ്ട്. അപ്പോ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തമടക്കമുള്ള എല്ലാ മേഖലകളിലും മഗ്ഫിറത്ത് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മഗ്ഫിറത്ത് എന്നതിന് പാപമോചനം എന്ന പാപമോചനം എന്നത് അതിന്റെ പല അർത്ഥങ്ങളിൽപ്പെട്ട ഒരർത്ഥം എന്ന് മാത്രമാണ്. മഗ്ഫിറത്ത് അനുഗ്രഹീതമായ ഒരു പദവിയാണ്. ആ പദവി കിട്ടിയാൽ പാപം പൊറുക്കും എന്നത് സ്വാഭാവികം മാത്രമാണ്. അതാണ് അതിന്റെ വസ്തുത. മഗ്ഫിറത്ത് എന്നത് അനുഗ്രഹീതമായ ഒരു പദവി, അത് കിട്ടിയാൽ പാപം പൊറുക്കും എന്നതാണ് അതിന്റെ ഒരു സ്വാഭാവികത. സത്യത്തിൽ മഗ്ഫിറത്ത് എന്നതിനപ്പോ എന്തർത്ഥം നമ്മൾ കൊടുക്കും? മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ അടിമയോട് കൊടുക്കുന്ന അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും എന്തോ അതിന് പറയാവുന്ന ഒരു വാക്കാണ് മഗ്ഫിറത്ത് എന്ന്. അള്ളാഹു അവന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന തൃപ്തിയും സ്നേഹവും എന്തോ അതാണ് മഗ്ഫിറത്ത്. അള്ളാഹു പുന്നാരിക്കാണ് അവന്റെ അടിമയെ. ഒരിക്കലും നരകത്തിന്റെ തീച്ചൂളയിലിട്ട് ചുട്ടുകരിക്കാൻ അള്ളാഹുവിന് ആഗ്രഹമില്ല. അള്ളാഹുവിന് ഇഷ്ടം പൂമെത്തയിലിട്ട് പുന്നാരിക്കാനാണ്. എന്തുകൊണ്ടാണ് അവൻ സ്വർഗത്തെ 8 കവാടം കൊണ്ടും നരകത്തെ 7 കവാടം കൊണ്ടും നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത്? ഒരു ചാൻസ് കൂടുതൽ സ്വർഗത്തിലേക്കാണ്. അള്ളാഹു അങ്ങനെ തരട്ടെ. മാത്രവുമല്ല, നന്മകളെ അവൻ ഇരട്ടി എന്ന തോതിലല്ലാതെ സ്വീകരിക്കൂല. ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ ഇരട്ടി എന്ന തോതിലേക്ക് കൺവെർട്ടഡ് ആണ്. എന്നാൽ തിന്മ ചെയ്യുമ്പോൾ അതിന്റെ നോർമൽ ടൈപ്പിൽ തന്നെയാണ് ഇത് പോകുന്നത്. ഒരു തിന്മയെ ഒന്നായി തന്നെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ പരിഗണിക്കപ്പെടുന്നത്, ഒരു കുറ്റമായി തന്നെ. എന്നാൽ ഒരു നന്മയെ 10 എന്നും അത് പിന്നെ 100 ഒരു കാറ്റഗറി. ചില ഹദീസിൽ കാണാം 7, 70, 700, 7000 അങ്ങനെ അങ്ങ് പോകും. ഏതായാലും ഇരട്ടി എന്ന രീതിയിൽ തിന്മയെ പരിഗണിക്കപ്പെടുന്ന ചില അപൂർവ രംഗങ്ങൾ മാത്രമാണ്. അയൽവാസിയോട് വഞ്ചന ചെയ്യുമ്പോൾ, മാതാപിതാക്കളെ എതിർക്കുമ്പോൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ തിന്മയെ അള്ളാഹു ഇരട്ടി എന്ന രീതിയിൽ പരിഗണിക്കാത്തത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. പരിശുദ്ധ റമദാൻ ഒരാൾക്ക് വരുന്നതിന്റെ മുഖവുരയിൽ റമദാൻ എന്ന 30 നാളിന്റെ മുമ്പ് 60 നാളുകൾ എന്ന പരിശീലനവും അതിനോടനുബന്ധമായുള്ള കർമ്മം ചെയ്യാനുള്ളതായ അതിന്റെ എല്ലാ രീതിയിലുള്ള മാതൃകകളും അള്ളാഹു ഒരു മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുപോകുന്നു. റമദാനിൽ എന്തെല്ലാം നമുക്ക് തറാവീഹ് നിസ്കാരം പോലെയുള്ള ചുരുക്കം ചില അമലുകൾ ഒഴിച്ചു നിർത്തിയാൽ എന്തെല്ലാം റമദാനിൽ ചെയ്യാനുണ്ട് അത് മുഴുവനും റജബിലും ഷഅബാനിലും നമുക്ക് ചെയ്യാമായിരുന്നു. റജബും ഷഅബാനും പൂർണ്ണമായും സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ പറ്റിയ മാസങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന്റെ ഖത്മ് അത് സമാരംഭം കുറിക്കാൻ സ്വഹാബികൾ റജബും ഷഅബാനും തെരഞ്ഞെടുത്തതായി സുഫിയാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്നു റജബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ലത്വായിഫുൽ മആരിഫിൽ മറ്റും പറയുന്നത്, ഷഅബാൻ മാസത്തിൽ ഒരു സ്വഹാബിയും മുസ്ഹഫിൽ നിന്നും മുഖം പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം എല്ലാ സ്വഹാബികളും മുസ്ഹഫിൽ മുഖം കുത്തിക്കിടക്കുകയായിരുന്നു എന്നാണ്. അത്രത്തോളം റജബും ഷഅബാനും നമ്മുടെ മുന്നിൽ 60 അവസരങ്ങൾ തന്നു, റമദാനിന്റെ 30 അവസരങ്ങൾക്ക് മുമ്പായി. എന്നിട്ടും അള്ളാഹു ആ 60 അവസരത്തെ ഉപയോഗിക്കാത്ത ആള് അതിന്റെ ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോൾ, റമദാനിലെത്തിയപ്പോൾ അള്ളാഹു അവനോട് ദേഷ്യം കാണിക്കല്ല ചെയ്തത്. അള്ളാഹു ആ മനുഷ്യനോട്
ഒരിക്കലും വെറുപ്പ് കാണിക്കല്ല ചെയ്തത്. അള്ളാഹു പിന്നെയും കാരുണ്യത്തിന്റെ ഇടപെടലാണ് ആദ്യത്തെ 10 ദിവസത്തിൽ നടത്തിയത്. സന്തോഷിപ്പിക്കുക ചെയ്തത്. എടോ, നിന്റെ റജബും ഷഅബാനും നിനക്ക് നഷ്ടപ്പെട്ടാലും റമദാൻ നിന്റെ മുന്നിലേക്ക് അള്ളാഹു വെച്ചു തന്നത് കരുണയുടെ 10 ദിനങ്ങൾ എന്നാണ്. അതായത് ആകെയുള്ള ഇനി 30 ദിവസത്തിന്റെ അരങ്ങേറ്റ ദിവസങ്ങളായ 30 ദിവസം, 60 നാളുകളുടെ പരിശീലനം കഴിഞ്ഞ് അരങ്ങേറ്റത്തിന്റെ 30 ദിവസം, അതിന്റെ ആദ്യത്തെ 3-ൽ 1 ഭാഗം തന്നെ പിന്നെയും അള്ളാഹു വിട്ടുവീഴ്ചയുടെ 10ആയി നിന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയത് അള്ളാഹുവിന്റെ കരുണയാണ്. അള്ളാഹു കരുണ ചെയ്യട്ടെ. അത് ബോധ്യപ്പെട്ട മനുഷ്യൻ അള്ളാഹു ചെയ്ത കരുണയെ ബോധ്യപ്പെടാൻ 10 ദിവസത്തെ തീഷ്ണമായ പരീക്ഷണം പരിശുദ്ധ റമദാനിന്റെ വ്രതവിശുദ്ധിയോടുകൂടെ, അത് കഴിഞ്ഞിട്ട് ആ 10 ദിവസം ബോധ്യപ്പെട്ടാൽ അവൻ പിന്നെയും ചെന്നു ചേരുന്നത് അതിലേറെ വലിയ കരുണയിലേക്ക്. റഹ്മത്ത് എന്നതിനേക്കാളും അപ്പുറത്തേക്ക് ഒരു പടി അപ്പുറത്തേക്ക് കടന്നു നിൽക്കാണ് മഗ്ഫിറത്ത് എന്നത്. കരുണയോടുകൂടെ തന്നെ അള്ളാഹുവിന്റെ ഒരു ചേർത്ത് പിടിക്കൽ കൂടിയാണ് മഗ്ഫിറത്തിൽ കാണാനുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സ്വർഗം പോലും അള്ളാഹു ഈ മഗ്ഫിറത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. സ്വർഗം കിട്ടുക എന്നത് ഒരു വലിയ മഹാഭാഗ്യമാണ്. പക്ഷേ സ്വർഗം കിട്ടുന്നതിന് മുമ്പ് മഗ്ഫിറത്ത് കിട്ടാതെ സ്വർഗമല്ലെന്നാ. സ്വർഗം എവിടെയും ഖുർആൻ പറഞ്ഞിട്ടുള്ളത് മഗ്ഫിറത്തിന്റെ ശേഷമേ പറഞ്ഞിട്ടുള്ളൂ. മഗ്ഫിറത്ത് എന്നത് സ്വർഗം കിട്ടാനുള്ള ഒരു പദവിയാണ് എന്ന് പറഞ്ഞാലും തെറ്റ് കാണുന്നില്ല. അതൊരു പാപമോചനത്തിൽ പരിമിതമല്ല. ഒരു ബേക്കറി വാങ്ങാൻ പോയോടത്ത് ആ ബേക്കറിയിൽ നാം വില കൊടുത്തു വാങ്ങിയ സാധനം എന്തോ അത് കിട്ടുന്നതിനോടനുബന്ധമായി അത് പൊതിഞ്ഞ ഒരു ഷീറ്റ് പേപ്പർ കിട്ടാം, ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കവർ കിട്ടാം, പിന്നെ ആ പേപ്പറിന്റെ മുകളിലൂടെ ആ പൊതി അഴിഞ്ഞു പോകാതെ ചുറ്റിയ ഒരു റബ്ബർ ബാൻഡ് കിട്ടാം. ഒരാൾ ബേക്കറിയിൽ പോയത് ഈ റബ്ബർ ബാൻഡ് കിട്ടാനാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ, അവൻ ബേക്കറിയിൽ പോയത് ആ റബ്ബർ ബാൻഡ് കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവൻ ബേക്കറി വാങ്ങിയത് ആ കവർ കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്, ശരിയാണല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരാള് മഗ്ഫിറത്ത് അള്ളാഹുവോട് ചോദിച്ചത് പാപം പൊറുക്കാനാണെന്ന് പറഞ്ഞാൽ പാപം പൊറുത്തിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ പാപം പൊറുക്കാനാണോ, അതെന്തിനാണെന്ന് അറിയാനാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹു ഇൽമിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കരുണയും സ്നേഹവും തൃപ്തിയും തന്റെ അടിമയിൽ പൊതിയുന്ന ഒരവസ്ഥക്കാണ് മഗ്ഫിറത്ത് എന്ന് പറയാം. അത് കിട്ടിയ പാപം പൊറുക്കൽ അതിന്റെ ഭാഗമായി വന്നിരിക്കും. തുണി കഴുകുന്ന നേരത്ത് തുണിയിലെ ചെളിയും പോകാറുണ്ട്, അതോടൊപ്പം തന്നെ കഴുകുന്ന ആളുടെ കയ്യിലെ ചെളിയും പോവാറുണ്ട്. പല നേട്ടങ്ങൾ അതിനോടനുബന്ധമായി തന്നെ ഉണ്ട്. ആ പരിസരം ഒന്ന് വൃത്തിയാകാറുണ്ട്. ആ കല്ലിലും ഉണ്ടായിരുന്ന ഒരല്പം ചെളി, അതും പോയിട്ടുണ്ട്. അങ്ങനെ ആകെ ഒരു വൃത്തിയാക്കലാണ് ഈ മഗ്ഫിറത്ത്. ആ വൃത്തിയാക്കൽ നടന്നുകൊണ്ടിരിക്കാം. അള്ളാഹു ആ വൃത്തിയാക്കൽ നമ്മുടെ ഖൽബിന്റെ അകത്തേക്ക് ആക്കി തരട്ടെ. പരിശുദ്ധ റമദാൻ ആ വൃത്തിയാക്കലിന് വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ട നാളുകളാണെന്ന് ഖുർആൻ പറയുന്നു. കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. കാലം എത്ര കഴിഞ്ഞാലും ഈ വൃത്തിയാക്കൽ ഏത് സമൂഹത്തിലും നോമ്പ് എന്ന ലക്ഷ്യത്തിലൂടെ അള്ളാഹു വെച്ചിരിക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നസീബാക്കട്ടെ. സ്വർഗം പോലും, അള്ളാഹുവിന്റെ സ്വർഗം പോലും ഒരാൾക്ക് കൊടുക്കുന്നത് ഈ മഗ്ഫിറത്തിന്റെ മഹാപദവി കിട്ടിയ ശേഷമാണ്. മഗ്ഫിറത്തിന്റെ മഹാപദവി കിട്ടിയാൽ ആ സ്വർഗം കിട്ടും. സ്വർഗത്തിന് പോലും മഗ്ഫിറത്തിന്റെ വിലയുടെ താഴെ വിലയാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. നോക്കിക്കോളൂ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ മഗ്ഫിറത്തിലേക്ക് ഒരു സമയം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ വേഗം അടുക്കണം എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നഹ് അർളുഹാ السماوات والأرض ഉഇദ്ദത് ലിൽമുത്തഖീൻ. സൂറത്ത് ആലി ഇംറാൻ. നിങ്ങൾ ധൃതി വെക്കണേ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. സാരിഉ എന്ന് പറയുന്ന സുർഅത്തും അജ്ലത്തും ഉണ്ട്, രണ്ടും ഉണ്ട്. സാധാരണ ധൃതിക്ക് പറയുന്ന 2 പ്രയോഗങ്ങളാണ്. ഒന്ന് സുർഅ, 2 അജ്ല. അറബികളൊക്കെ പറയും വേഗം ഒരു കാര്യം ചെയ്യാൻ നേരത്ത് എന്താ ജമാലൊക്കെ പറയാ? സുറ സുറ എന്ന് പറയും അല്ലേ? സൂറ എന്നാണ് അവർ പറയുക. സത്യത്തിൽ അത് ശരിക്കും വാക്കെന്താ? സൂറയെ പാത്തൊന്നും അല്ല, സുർഅയാണ്. സുർഅ എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈം എത്തിക്കഴിഞ്ഞാൽ വേഗം ആവലിനാണ് സുർഅ എന്ന് പറയാം. സുർഅത്ത്, ഇവിടെ സുർഅത്താണ് പറഞ്ഞത്. ടൈം എത്തിക്കഴിഞ്ഞ് ഇനി നിനക്ക് മരിക്കാൻ ഒരുപാട് നേരമൊന്നുമില്ല, നിന്റെ ടൈം എത്തിക്കഴിഞ്ഞു. അജ്ലത്ത് കാണിക്കാന്ന് പറയും. അതിന് നല്ലൊരു മലയാളം ഞാൻ നോക്കിയിട്ട് കിട്ടിയത് ആക്രാന്തം കാണിക്കാന്ന് പറയും. അത് സമയം ആവണതിന് മുമ്പ് തിരക്ക് കൂട്ടുന്നതിനാണ് അജ്ലത്ത് എന്ന് പറയാം. അജ്ലത്ത്
അൽ അജലത്തു മിനശ് ശൈത്താൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അജലത്ത് ശൈത്വാനിയത്താണ്, സുറഅത്ത് മലക്കിയത്താണ്. സാരിഉ, നിങ്ങൾ സുറഅത്ത് കാണിക്കണം. സമയമായിട്ടുണ്ട് കേട്ടോ, വേഗമായിക്കോട്ടെ. സമയമായി കഴിഞ്ഞു, വേഗമാവട്ടെ. ധൃതി കൂട്ടണം, സമയം ഒരുപാട് കഴിഞ്ഞു. എങ്ങോട്ടാ ധൃതി വെക്കേണ്ടത്? ഇനി വേറൊന്നും ചിന്തിക്കല്ലേ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിന്റെ മഗ്ഫിറത്ത് എന്ന പദവി നേടാൻ ഇനി നിന്റെ മുന്നിൽ കുറഞ്ഞ സമയമേ ഉള്ളൂ. സമയം കളയല്ലേ, ധൃതി വെച്ചോളൂ. മഗ്ഫിറത്ത് എന്ന പദവിക്ക് ധൃതി വെക്കേണ്ടത്. അത് ധൃതിയിൽ നിനക്ക് കിട്ടിയാൽ വജന്ന, സ്വാഭാവികമായും സ്വർഗവും നിനക്ക് കിട്ടാം. ഏത് സ്വർഗം? ആകാശവും ഭൂമിയും നിരത്തി വച്ചാലുള്ള വിശാല വിസ്തൃതി, എത്രയോ അതിനപ്പുറത്തേക്ക് വരുന്ന സ്വർഗം. ആ സ്വർഗം കിട്ടാൻ നീ മഗ്ഫിറത്തിലേക്ക് ധൃതി വെച്ചേ പറ്റൂ എന്ന് പരിശുദ്ധ ഖുർആൻ. മഗ്ഫിറത്തിന് ശേഷമാണ് സ്വർഗം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓതിയ ആയത്ത് ആലു ഇമ്രാനിന്റെ 136. കുറച്ചുകൂടി താഴേക്ക് വരുമ്പോ പിന്നെയും കാണാം സൂറത്ത് ആലു ഇമ്രാനിന്റെ 131 136 ആയത്ത് കേട്ടോളൂ. ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വനിഅമ അജ്റുൽ ആമിലീൻ. സ്വർഗം കിട്ടുന്നവരെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ആരാണ് സ്വർഗം കിട്ടുന്നവരെന്നറിയുമോ? ഉലൈക ജസാഉഹും, അവർക്ക് കൂലിയായി നിശ്ചയിച്ചത് മഗ്ഫിറത്തും മിർ റബ്ബിഹിം, മഗ്ഫിറത്ത് കൂലിയായി കിട്ടിയപ്പോൾ വജന്നാത്ത്, സ്വർഗത്തിന്റെ എല്ലാ തോട്ടങ്ങളും അവർക്ക് കിട്ടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ എവിടെയും ഖുർആൻ മഗ്ഫിറത്തിന് ശേഷമാണ് സ്വർഗം പറഞ്ഞിട്ടുള്ളൂ. ഫല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലഹും മഗ്ഫിറത്തും വറിസ്ഖുൻ കരീം. അമലുസ് സാലിഹാത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, അല്ലാഹു നമ്മുടെ അമലൊക്കെ സ്വാലിഹത്താക്കട്ടെ. അമലുസ് സാലിഹാത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് ലഹും മഗ്ഫിറ, സ്വർഗം കൊടുക്കാന്ന് പിന്നെ പറഞ്ഞത്. ലഹും മഗ്ഫിറ, അല്ലാഹു മഗ്ഫിറത്താ നൽകുക. വറിസ്ഖുൻ കരീം, മാന്യമായ ഒരു സുഖജീവിതം സ്വർഗത്തിലും അവൻ നൽകും എന്ന് അതിന് ശേഷാ പറഞ്ഞത്. മഗ്ഫിറത്താണ് ആദ്യം കിട്ടുക. അപ്പൊ ഇനി അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി പറയുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുമ്പോഴും ഇത് പാപം പൊറുക്കുന്ന പരിപാടി മാത്രമല്ലേ, അതിൻ്റെ അകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു വലിയ അർത്ഥം അതിൻ്റെ ഉള്ളിലുണ്ട്. അതിലേക്ക് നമ്മുടെ മനസ്സൊന്ന് എത്തിയാൽ നമ്മൾ ധന്യരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗം മഗ്ഫിറത്തിന് ശേഷം ഖുർആന്റെ ആയത്ത് ഇങ്ങനെ കിടക്കല്ലേ. الذين كفروا لهم عذاب شديد والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير. വലിയ പ്രതിഫലം എന്ന സ്വർഗം, അതിനു മുമ്പ് മഗ്ഫിറത്ത് ഉണ്ട് എന്ന് ഖുർആൻ പിന്നെയും പറഞ്ഞു സൂറത്തുൽ ഫാത്തിർ. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. എവിടെയും മഗ്ഫിറത്താണ്. സൂറത്തുൽ ഫത്ഹ് ഉലൈക الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. അല്ലാഹു ഖൽബ് നന്നാക്കിയാൽ പിന്നെ കിട്ടുന്നത് മഗ്ഫിറത്താണ്. അല്ലാഹു തരട്ടെ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. മിക്കവാറും രാത്രി ഓതുന്ന ഒരു ആയത്താണിത്. ഇതേത് സൂറത്തിലാണെന്ന് അറിയോ? ഇപ്പൊ ഓതിയ ആയത്ത് ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഒരു പക്ഷേ നമ്മളിത് പറയും. ഒന്നും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക്. അവിടെയും പറഞ്ഞത് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ ഇരുട്ടിലും വെളിച്ചത്തിലും ഒരുപോലെ ഭയക്കുന്ന ആളുകൾ, അവർക്ക് കിട്ടുന്നതായ പ്രതിഫലം ലഹും മഗ്ഫിറ. മഗ്ഫിറത്ത് എന്ന പദവി അത് കിട്ടിയവരാണ്. അവരങ്ങോട്ട് മാറ്റി നിർത്തും. ഇനി മഗ്ഫിറത്തിനേക്കാളും കുറച്ചും കൂടി അപ്പുറത്തേക്ക് കടന്ന ഒരു ഓഫർ ഉണ്ട് റമദാനിൽ. അത് 3-ാമത്തെ 10-ലാണ്. അത് അഫ്വാണ്. അഫ്വ് എന്ന് പറഞ്ഞാൽ
മഗ്ഫിറത്തിൽ മായാത്ത ചില അടയാളങ്ങളുണ്ട്, ദഅഫിൽ മാഞ്ഞു പോകും. ഇപ്പൊ എന്റെ കയ്യിലൊരു മുറിവുണ്ട്, ഇത് പണ്ട് പിച്ചാത്തി കൊണ്ടതാണെന്ന് പറയാം. പക്ഷേ മുറിവ് ഉണങ്ങി, കൈ പഴയ പോലെയായി, എന്നാലും അടയാളം അവിടെ ഉണ്ട്. ഒരു പാപം ചെയ്തവൻ പാപം ചെയ്തു എന്ന അടയാളം അവന്റെ ശരീരത്തിലുണ്ടാവും. അങ്ങനെയുണ്ട്. പാപം ചെയ്തവൻ പാപം ചെയ്തു എന്ന അടയാളം അവന്റെ ശരീരത്തിലുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്ലൈവുഡ് കമ്പനിയൊക്കെ ഉണ്ട്. അവിടെ തടി തള്ളിക്കൊടുക്കുന്ന ആള് വയറ് നല്ല ടൈറ്റ് വയറായിരിക്കും ആളുടെ. എന്തുകൊണ്ട്? അവനിങ്ങനെ തടി തള്ളി കൊടുക്കുമ്പോൾ അവന്റെ വയറിന് നല്ലൊരു വ്യായാമം കിട്ടുന്നുണ്ട്. കുറെ നാള് അവൻ പണിയില്ലാതെ കയറിയിരുന്നാലും അവന്റെ കൈ നോക്കിയാലും ഒരു പക്ഷെ വയറിലൊന്ന് നോക്കിയാലും ആ പഴയത് എന്തെങ്കിലും ഒരു അടയാളം. പണ്ടത്തെ ചുമട്ട് തൊഴിലാളികൾക്ക് നേരത്തെ പല്ല് പൊഴിയുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ പഴയ അടയാളം, ആ ശരീരത്തിൽ തീർത്തതായ ഒരു കെടുതി. പഴയ ലൈലാൻഡ് ലോറി ഡീവണ്ടി ഓടിച്ച ആൾക്ക് നെഞ്ചുവേദനയും ശ്വാസം മുട്ടും ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? പവർ സ്റ്റിയറിംഗ് അല്ല, അതിങ്ങനെ പിടിച്ച് വലിച്ച് വളച്ച് എടുത്തതിന്റെ പേരിലുണ്ടെന്ന് പറയാറുണ്ട്. ആ പഴയ തൊഴിലിന്റെ ഒരു അടയാളം ആ ശരീരത്തിൽ ഒരു പക്ഷെ കാണാം. അങ്ങനെ നമ്മൾ ചെയ്ത പഴയ പാപങ്ങളുടെ ഒരു ചെറിയ അടയാളമുണ്ട്. ആ അടയാളം കൂടി മായ്ക്കണ പരിപാടിക്കാണ് അഫ്വ് എന്ന് പറയാ. റമദാനിന്റെ അവസാനത്തെ 10 അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ, പടച്ചവനെ അങ്ങനെ മാച്ച് കളയുന്നതാ നിനക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. അത് മാച്ച് കളയലിന്റെ സ്പെഷ്യലാണ് നീ എന്ന് എനിക്കറിയാം. ഫഅഫു അന്നി, എന്റേത് അങ്ങനത്തതൊക്കെ മാക്കണേ. അങ്ങനെ ദ്വാരക്കാനാ പറഞ്ഞത് അവസാനത്തെ 10. അപ്പൊ ഇത് അനിഷേധ്യമായി അടിമക്ക് ചെയ്യാൻ അള്ളാഹു താല്പര്യപ്പെട്ടിരിക്കുന്ന പരിപാടിയാ. മഗ്ഫിറത്തായാലും അഫ്വായാലും അള്ളാഹു നമുക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്, നമ്മൾ എത്ര പാപം ചെയ്താലും അള്ളാഹുവിന് ഇഷ്ടം നമുക്ക് പുറത്തു തരാനാ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. തെറ്റ് ചെയ്തവരെ, തെറ്റുകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? തെറ്റുകൾ ചെയ്തതെത്രയെന്ന് നമ്മൾ മറന്നാലും ഇത് പൊറത്തു തരുന്ന അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു കരുണയെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാഹുവോട് ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, പാപം പൊറുക്കാനെന്ന് ചോദിക്കാൻ അവൻ കാത്തിരിക്കുന്നു എന്ന് ഖുർആൻ. അള്ളാഹുവിന് ഇഷ്ടം അങ്ങനെയാണ്. അള്ളാഹു അതിനു വേണ്ടി കാത്തിരിക്കുകയാ. പാപം പൊറുക്ക എന്നതിലൂടെ ഈ പദം ഉച്ചരിക്ക വഴി അതിന് വേറെയും ലക്ഷ്യമുണ്ട്. പാപം പൊറുക്കുന്ന പോലെ അത് മുഴുവനും നീ എനിക്ക് തരണേ ഒന്ന് തോന്നല് നമ്മുടെ ഉള്ളിലുണ്ടാവാനായി മഗ്ഫിറത്തിനെ കുറിച്ച് ഇത്രയും പറഞ്ഞത് അള്ളാഹു നസീബാക്കട്ടെ. ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനും ഈ മഗ്ഫിറത്താ ചോദിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് പാപം പൊറുക്കലല്ല. പാപം പൊറുക്കൽ അതിലൂടെ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. തെറ്റ് ചെയ്യാത്തവരും ചോദിച്ചത് ഈ മഗ്ഫിറത്ത് തന്നെയാണ്. സഹീഹ് മുസ്ലിം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നഹു ലയുഗാനു അലാ ഖൽബി വഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ് ഫിൽ യൗമി 100 മറ നബിയുനാ റസൂലുള്ളാഹി. ഒരു പാപവും ചെയ്തില്ല, എന്നിട്ടും ഒരു ദിവസം ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ മഗ്ഫിറത്ത് ചോദിച്ചത് 100 വട്ടം മുടങ്ങിയിട്ടില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു പാപവും ചെയ്തിട്ടില്ല. നമ്മളിവിടെ ഇരിക്കും, ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ പറയുന്നു. എന്നാലും ചിലർ ഓർക്കും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോകാനുണ്ട് അല്ലെ, ഇടക്കത് കയറി ഒന്ന് മനസ്സിലായി. ഇൽമിന്റെ മജ്ലിസിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അല്ലാഹു നമുക്ക് തരട്ടെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കയറി ഇറങ്ങിയൊക്കെ വരാറുണ്ട്. റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് വഫാത്താകുന്നവരെ ഉള്ളിന്റെ ഉള്ളിലുള്ള ചിന്ത മുഴുവനും അല്ല എന്ന ചിന്തയാണ്. അതല്ലാത്ത വേറൊരു ചിന്ത ജനിച്ച് വഫാത്താകുന്നതിന്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും മറ്റു പല സംസാരങ്ങളും വർത്താനങ്ങളും ചിന്തകളൊക്കെ വരാതിരിക്കില്ലല്ലോ. അതൊക്കെ ചിന്തിച്ചും വർത്താനം പറഞ്ഞൊക്കെ ഉണ്ടായാലേ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. മഹാനായ യഹ്യ നബിയെ കുറിച്ച് പറയുന്നത് മറ്റുള്ള അമ്പിയാക്കളെക്കാൾ ഏറ്റവും കൂടുതൽ ഹിസാബ് എളുപ്പമാകുന്ന മനുഷ്യനാണ് മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം.
എന്ന് ഇമാം ഖസാലി അവിടുത്തെ മുകാശഫയിൽ പറയുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ മഹാനവറുകൾക്ക് അവിടുത്തെ കൽബില് അല്ല എന്ന ചിന്ത തൊർഫത്ത് ഐൻ ടൈം മാറിയിട്ടില്ല. തൊർഫത്ത് ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്മുന്ന ടൈം പോലും അല്ലാഹ് എന്ന ചിന്ത മനസ്സിൽ നിന്ന് പോയിട്ടില്ല. നമുക്ക് അല്ലാഹ് എന്ന ചിന്ത ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വന്നത് കൊറോണ ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അല്ലാഹ് പഠിച്ചോനെ അല്ലെ, ആ നേരത്തെ റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ അതോടുകൂടി പോയി ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞത് ഒഴിവാക്കി വിട്ടു. അതുവരെ എന്താവും എന്ന ബഹിഷ്കരണത്തിന്റെ സമയത്താണ് അല്ലാഹ് എന്നുള്ള ചിന്ത ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിനെ കീഴടക്കി ഇങ്ങനെ നിൽക്കുക. അല്ലാഹ് പഠിച്ചവനെ എന്താവും, അങ്ങനെയായിരുന്നു. എന്നാ യഹ്യാ നബിക്ക് ഈ ചിന്ത മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഈസ നബി പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടെന്ന് ഇമാം ഖസാലി രേഖപ്പെടുത്താണ്. ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ എന്നുള്ളത് തൊർഫത്ത് കഴിയുന്നു. ഖുർആൻ പറഞ്ഞത് ആ മനുഷ്യന് 3-ാമത്തെ വയസ്സിൽ നുബുവത്തിന്റെ പക്വത അല്ലാഹു നൽകിന സൂറത്ത് മറിയം. 2-ാമത്തെ വയസ്സിൽ മഹാനവറുകൾ തൗറാത്ത് എടുത്ത് വെച്ച് വഅദ് പറഞ്ഞു. അത്രയും വലിയ ഒരു മഹാനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ എന്നാണ് ഖുർആൻ പറഞ്ഞത്. തൗറാത്ത് എടുത്ത് വെച്ചിട്ട് വലിയ വലിയ പ്രവാചകന്മാർ നടത്തിയ പ്രബോധനത്തിന്റെ അതേ വയലു തന്നെ അങ്ങ് പറയണം. വയസ്സ് 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ജീവിച്ച കാലം മുഴുവനും ഒരു സെക്കൻഡിലും അല്ലാഹു എന്ന ചിന്ത ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല. എന്നാലും മനുഷ്യരല്ലേ, മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നതല്ലേ, ഒരല്പം അങ്ങും ഇങ്ങും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അതിന് പറയുന്നതാണ് അൽ ഗൈൻ എന്ന് പറയും. അങ്ങനെയുള്ള സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചെറിയ അശ്രദ്ധ, അത് വന്നതിന്റെ പേരിലാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തെറ്റല്ലാട്ടോ അത് ചില സമയത്ത് ആ ചിന്ത കൂലിയുള്ളതാ. ഇപ്പൊ നമ്മളിവിടെ നിന്ന് ചിന്തിക്കാണ് ഈ പ്രാവശ്യത്തെ നോമ്പ് തറ 1 ദിവസമല്ല 2 ദിവസം കൂടി നടത്താം, എന്താ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, റാഹത്താണ്. ആ ഒരു ചിന്തയാണ് ഇതിന്റെ ഇടയിൽ വന്നാൽ ആ ചിന്തക്ക് എന്തുണ്ട്, കൂലിയുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ വന്നു എന്ന നിലക്ക് അതിന് അറബിയിൽ അൽ ഗൈൻ എന്ന് പറയാം. നിബിതങ്ങൾക്ക് അൽ ഗൈൻ എന്ന ചിന്തയാണ് ഉണ്ടായിട്ടുള്ളൂ. ആ സന്ദർഭത്തിൽ ഇമാം നബവി അവിടുത്തെ ശറഹ് മുസ്ലിമില് ഇത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ പോലും അതിനു വേണ്ടിയിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നത് നമ്മുടെ മാതിരിയല്ല. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എവിടേക്ക് പോകും ആ മനസ്സ്? അങ്ങനെയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹൽ അസീം പറയുന്നുണ്ട് 3 വട്ടം. എന്താണ് അതിന്റെ കടുപ്പമെന്നറിയോ? അത് 3 രീതിയിൽ നമ്മൾ മനസ്സിൽ തട്ടി തന്നെ ചെയ്യണം. അത് ഒറ്റ വചനം പോലെ അങ്ങനെ അങ്ങനെയല്ല, ഗൗരവമേറിയ 3 പ്രയോഗങ്ങളാണ് ആ 3 ദിക്റുകൾ. എന്തുകൊണ്ടാണെന്നറിയുമോ? ഈ നിസ്കാരത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ എന്റെ മനസ്സ് നിസ്കാരത്തിലുണ്ടായിട്ടില്ല, ആ നിസ്കാരത്തിന്റെ അകത്ത് ഇല്ലാതിരുന്നതിനെ പുറത്തു വന്ന് പരിഹരിക്കാൻ വേണ്ടിയായി 3 അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ പറയലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ നിസ്കരിക്കുമ്പോൾ മറ്റു ചിന്ത വരുന്നു. അലി റളിയല്ലാഹു അൻഹു ഉണ്ട് സദസ്സിൽ. എന്തോന്ന് ചോദ്യമാണ് ഈ മനുഷ്യൻ വന്ന് ചോദിക്കുന്നത്? റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. എന്ത്? അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ആർക്കെങ്കിലും നിസ്കാരത്തിൽ മറ്റു ചിന്ത വരൂ? അലി റളിയല്ലാഹു അൻഹു തന്റെ നിസ്കാരത്തെ കുറിച്ച് മറ്റൊരിടത്ത് അവതരിപ്പിക്കുന്നത്, സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾക്ക് അടിയിൽ നിന്നും ചൂടടിച്ചാൽ എങ്ങനെയോ ആ ഒരു അവസ്ഥയിൽ ഈ നിസ്കാരം കൊണ്ട് നന്നായിട്ട് വേണം എനിക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ, അങ്ങനെ ഓർത്താൽ ഞാൻ കൈ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ചിന്ത എന്ന് സയ്യിദുനാ അലി. ആ ആളാണ് പറയുന്നത്, നിസ്കരിക്കാൻ നിൽക്കുമ്പോ മറ്റു ചിന്ത വരുന്നു എന്ന് പറയാൻ ഇയാൾക്ക് നാണമില്ല. അങ്ങനെ ആരെങ്കിലും പറ്റൂ? പതുക്കെ പറഞ്ഞത് റസൂലുള്ള കേട്ടു. പറഞ്ഞു, അലിയെ പോയി ഒളു എടുത്ത് വന്നേ, 2 റക്അത്ത് നിസ്കരിക്കാം. നിസ്കാരത്തില് മറ്റു ചിന്തകൾ വരുന്നില്ല എന്നത് എങ്ങനെ ഒന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ സ്വഹാബിയോട് പറഞ്ഞു, ഒന്ന് കാത്തിരിക്കണേ, മറ്റു ചിന്ത വരാത്തത് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമെന്ന് അലി കാണിച്ചു തരും. അലി റളിയല്ലാഹു അൻഹു ഒളു എടുത്ത് വന്നപ്പോ പറഞ്ഞു, നന്നായിട്ട് നിസ്കരിച്ചോ, ഇത് നന്നായിട്ട് മറ്റു ചിന്ത വരാതെ നിസ്കരിച്ച് പൂർത്തീകരിക്ക എന്ന ഈ ടാസ്ക് അലി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ എന്റെ ഒരു പുതപ്പ് തരാം, എന്റെ ഒരു പുതപ്പ് ഞാൻ അലിക്ക് തരാം എന്ന് പറഞ്ഞു. സന്തോഷായി. മഹാനായ അലി റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ കൈ കെട്ടി. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തൊക്കെ കഴിഞ്ഞ് സുജൂദ് കഴിഞ്ഞ് 2-ാമത്തെ റക്അത്തിൽ വന്നപ്പോൾ ആഗ്രഹിച്ചു പോയി, പടച്ച റബ്ബേ, റസൂലുള്ളാഹിക്ക് 2 പുതപ്പുണ്ട്, ആ കൊണ്ടുവന്ന നജറാനിലെ പുതപ്പ് എനിക്ക് തന്നിരുന്നുവെങ്കിൽ, അതാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള പുതപ്പ്,
പടച്ചോനെ അതായിരിക്കുമോ കിട്ടാ സയ്യിദുനാനി. നിസ്കാരം കഴിഞ്ഞപ്പോ ആ പുതപ്പന്നെ അങ്ങ് കൊടുത്തു. അതാണല്ലോ മൂപ്പര് ആഗ്രഹിച്ചത്. നിസ്കാരം കഴിഞ്ഞപ്പോ ആ പുതപ്പ് തന്നെ കൊടുത്തു. അതാണല്ലോ മൂപ്പര് ആഗ്രഹിച്ചത്. എന്നിട്ടെല്ലാരോടും പറഞ്ഞു, മനുഷ്യന്റെ മനസ്സാ അങ്ങുമിങ്ങും ഓടിക്കളിക്കുന്ന മനസ്സാ. നിസ്കാരത്തിൽ അങ്ങനെ മനസ്സ് ഓടിക്കളിക്കുന്നോടത്ത് പരിഹാരമാണ്. നിസ്കാരത്തിൽ പുതപ്പിന്റെ ചിന്തയായാലും, ഗൾഫിൽ പോകേണ്ട ചിന്തയാണെങ്കിലും, വാഹനം വാങ്ങിയതിന്റെ ചിന്തയായാലും, കറിയിൽ ഉപ്പ് കൂടുതലായോ എന്ന ചിന്തയായാലും, ഏത് ചിന്തയായാലും മനുഷ്യന്റെ മനസ്സാ വന്നു പോകാം. നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ മനസ്സിൽ തട്ടി 3 വട്ടം ചൊല്ലിക്കോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ആ മനുഷ്യനത് 100 എണ്ണം ചൊല്ലിയത് 100 അർത്ഥത്തിലാണ്. ആ മനസ്സിന് 100 യാത്രകളായിരുന്നു. ആ മനസ്സ് അള്ളാഹുവിലേക്ക് ചേക്കേറിയതാ 100 വട്ടവും ആനന്ദത്തിലായിരുന്നു. അതൊരു ലഹരിയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് മഗ്ഫിറത്തിലൂടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ആനന്ദ. ഇത് അള്ളാഹു പാപം പൊറുക്കൽ മാത്രമല്ല തരുന്നത്, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ പറയാം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് നൂഹിന്റെ ആദ്യ ആയത്തുകൾ. ആ സമൂഹം മഹാനവറുകളുടെ 900-ൽ പരം വരുന്ന ദഅവത്ത് കാലം, 900-ൽ പരം വർഷം വരുന്ന ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ കാലത്തെ തിരസ്കരിച്ച സമൂഹമാണ്. വിരലിൽ എണ്ണാവുന്നവരല്ലാതെ ആരുമില്ലതിൽ. ആ സന്ദർഭത്തിൽ അവിടെ അള്ളാഹു പല നന്മകളും നിഷേധിച്ചിട്ടുണ്ട് അവർക്ക്. അസംബന്ധമായിട്ട് ഖുർആൻ പറയുന്ന ആയത്തുകൾ അത്ഭുതപ്പെടുത്തുന്ന ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. قال يا قوم إني لكم نذير مبين أن اعبدوا الله واتقوه وأطيعون يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون. ജനങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനായി വന്നവരാണ്. ഞാൻ നിങ്ങൾക്ക് വരാനുള്ള അദാബുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വന്ന ആളാണ്. ഓ എന്റെ പ്രിയപ്പെട്ട ജനതയെ, അള്ളാഹുവിനെ വഴിപ്പെടണേ. അനിഅബ്ദുല്ലാഹ വത്തഖൂഹ്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണേ. ഹൃദയത്തിൽ തഖ്വ വേണം. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണേ. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, അള്ളാഹു നിങ്ങൾക്ക് മഗ്ഫിറത്തിന്റെ പദവി തരുമേ. അതുവഴി നിങ്ങളുടെ അബദ്ധങ്ങൾ അല്ലാഹു പുറത്തു തരുമേ. അള്ളാഹുവിനെ വഴിപ്പെടണേ, വഴിപ്പെടണേ, വഴിപ്പെടണേ. മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ഒരു ശിക്ഷ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ സമയം എത്തുന്നതിന് മുമ്പ് ഒരു ചാൻസും കൂടി തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് നന്നായി വന്നു കഴിഞ്ഞാൽ ഇദാ ജാഅ ലാ യുഅഖർ, അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ വരാൻ സമയമായാൽ പിന്നെ അതിനൊരു സാവകാശമില്ല. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ നിങ്ങൾ അമൽ ചെയ്യണേ, നന്നാവണേ എന്ന് സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. നിരാശനായി രാത്രിയും പകലുമൊക്കെ ദഅവത്താണ്. ഇനിയാണ് മഹാനവറുകൾ അള്ളാഹുവോട് ദുആ ചെയ്യുന്നത്. ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറാ. അല്ലാഹുവേ, എന്റെ ജനതയ്ക്ക് രാവും പകലും ഭേദമന്യേ ഞാൻ ദഅവത്ത് നടത്തിയല്ലാ. രാത്രിയിൽ ചെന്നുകൊണ്ട് അവിടെ പല പ്രമുഖരോടും പറഞ്ഞു, പകല് മുസ്ലിമാവാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ രാത്രി ആരും കാണുന്നില്ലല്ലോ, എന്റെ കൂടെ കൂടിക്കോ. അള്ളാഹുവോട് പറഞ്ഞു, രാവും പകലും ഞാൻ ഇവർക്ക് ദഅവത്ത് ചെയ്തു, പക്ഷെ പ്രതികരണമില്ല. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. എന്നെ കാണുമ്പോഴേക്കും അവർ തിരിഞ്ഞോടുന്നു റബ്ബേ. സുമ്മ ഇന്നി ദഅവ്തുഹും ജിഹാറാ. ഞാൻ പരസ്യമായി കൂട്ടമായി നിൽക്കുന്നോടത്തും ഞാൻ പിന്നീട് ചെന്നു, പക്ഷേ അവർ എന്നെ തിരസ്കരിക്കുന്നു. അല്ലാഹ്
നിന്റെ മഗ്ഫിറത്തിന്റെ പദവി മേടിച്ചു കൊടുക്കാനാ ഞാൻ അവരിൽ ദഅവത്ത് ചെയ്തത്. ആ സമയം മുഴുവനും ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം, ചെവിക്കകത്തേക്ക് വിരൽ അമർത്തിപ്പിടിച്ചിട്ട് അവർ എന്റെ നേരെ ഉടുമുണ്ട് ഉയർത്തിക്കാട്ടുന്നു. അല്ലാ, ആ ഉടുമുണ്ട് ഉയർത്തിയത് തലവഴി ഇട്ടിട്ടവർ തിരിഞ്ഞോടാണ് തമ്പുരാനെ. അങ്ങനെയാ പറഞ്ഞത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ഇടയിൽ ദഅവത്ത് ചെയ്തു. 40 കൊല്ലമായി ആ നാട്ടിലിപ്പോൾ മഴയില്ലാട്ടോ. 40 കൊല്ലമായി ആ നാട്ടിലിപ്പോൾ മഴയില്ല. സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്നു. കല്യാണങ്ങൾ നടന്നാൽ സ്ത്രീകൾക്ക് പ്രത്യുൽപാദന ശേഷിയില്ല, പെണ്ണ് ഗർഭിണിയാകുന്നില്ല. കൃഷിയിൽ ഉണക്കലാണ്, നഷ്ടങ്ങളാണ്. മാത്രവുമല്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയ 40 കൊല്ലം, എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നിഷേധിക്കപ്പെട്ട വരൾച്ചയുടെ 40 കൊല്ലം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സങ്കടത്തിലാ കഴിഞ്ഞ 40 കൊല്ലമായ ജനത അനുഭവിക്കുന്നു. ഇമാം ഫഖ്റുദ്ദീൻ റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. അവസാനം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ജനതയോട് പറഞ്ഞു, മഴ വേണോ നിങ്ങൾക്ക്? മഴ വേണോ നിങ്ങൾക്ക്? മഴ വേണോ? മഴ വേണമെങ്കിൽ ഞാൻ പറയട്ടെ. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ മഗ്ഫിറത്ത് തേടിക്കോ. അല്ലാഹു ആകട്ടെ ഒരുപാട് മഗ്ഫിറത്ത് കൊടുക്കുന്നവനാ. ഗഫാർ സൂപ്പർലേറ്റീവാ. ഒരുപാട് മഗ്ഫിറത്ത് കൊടുക്കുന്നവനാ റബ്ബ്. റബ്ബിലേക്ക് നിങ്ങൾ മഗ്ഫിറത്ത് തേടിക്കോ, പൊറുക്കാൻ തേടിക്കോ, ഇസ്തിഗ്ഫാർ ചെയ്തോ. അല്ലാഹു അത് ചോദിക്കുന്നവന് ഒരുപാട് കൊടുക്കുന്നവനാ. അതിന്റെ പേരിൽ അല്ലാഹു തരുന്ന മഗ്ഫിറത്തിന്റെ പേരിൽ മഗ്ഫിറത്തിന്റെ കൂടെ അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവിൽ തരും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, കുത്തിച്ചൊരിയുന്ന പേമാരി അല്ലാഹു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. മഗ്ഫിറത്ത് കിട്ടിയാൽ മഴ പെയ്യും. മഗ്ഫിറത്ത് പാപം പൊറുക്കൽ മാത്രമല്ല, മഗ്ഫിറത്ത് കിട്ടിയാൽ രോഗം മാറും. മഗ്ഫിറത്ത് കിട്ടിയാൽ ദുആഇന്റെ ഇജാബത്തുണ്ടാകും. എന്തിനേറെ നമുക്ക് മഗ്ഫിറത്ത് കിട്ടിയാൽ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമെന്ന് ഖുർആൻ. മാത്രവുമല്ല, വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറാൻ മഗ്ഫിറത്ത് കിട്ടിയാൽ മതിയെന്ന് ഖുർആൻ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ മഗ്ഫിറത്ത് കിട്ടിയാൽ മതിയെന്ന് ഖുർആൻ. വയജഅൽ ലക്കും ജന്നാത്ത്, ഉണങ്ങിയ കൃഷിയിടങ്ങൾ മുഴുവനും കൃഷിത്തോട്ടങ്ങളായി മാറാൻ മഗ്ഫിറത്ത് കിട്ടിയാൽ മതിയെന്ന് ഖുർആൻ. വയജഅൽ ലക്കും അൻഹാറ, ഉണങ്ങി വരണ്ട നദികൾ മുഴുവനും നിങ്ങൾക്ക് കളകളാരവമുഴക്കുന്ന അവിരാമം ഒഴുകിപ്പോകുന്ന വലിയ വലിയ നദീസമ്പത്തുകൾ ജന്മമെടുക്കാൻ മഗ്ഫിറത്ത് കിട്ടിയാൽ മതിയെന്ന് നൂഹ് നബി അവിടുത്തെ ജനതയോട് പറഞ്ഞു എന്ന് ഖുർആൻ. ഒന്ന് ചൊല്ലുമാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് واسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله واسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. മഹാനായ ബിക്ർ ബിൻ അബ്ദില്ലാ തങ്ങൾ പറയാണ്, ജനങ്ങളിൽ ഏറ്റവും കുറച്ച് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാരാണെന്നറിയുമോ? കൂടുതൽ പാപം ചെയ്യുന്നവരാ. നമുക്ക് ഇസ്തിഗ്ഫാർ കുറവാണെങ്കിൽ ഉറപ്പിക്കാം, പാപം കൂടിയിട്ടുണ്ട്. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ഉച്ചരിക്കുന്നവർ ഏതാ? ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് ഏറ്റവും കുറച്ച് ചൊല്ലുന്നവർ, ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നവർ അത് കുറച്ച് ചൊല്ലു. അത് കുറയുന്നുണ്ടോ എന്നാൽ അപ്പുറത്ത് പാപം കൂടുന്നുണ്ടെന്ന് മഹാനായ ബിക്ർ ബിൻ അബ്ദില്ലാ തങ്ങൾ പറയാണ്.
ജനങ്ങളിൽ ഏറ്റവും കുറച്ച് പാപം ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ല എന്ന് മഹാനവറുകൾ പഠിപ്പിക്കാം. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മുന്നിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നാട്ടിൽ മഴയില്ല. ഹസൻ ബസ്രി ആവട്ടെ ചില്ലറക്കാരനല്ല, സയ്യിദു താബിഈന ബിൽ ഇൽമി ഹസൻ ബസ്രി. താബിഈങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ള മഹാനാണ് ഹസൻ ബസ്രി. ഒരാൾ വന്നിട്ട് പറഞ്ഞു, നാട്ടിൽ മഴയില്ല, ദുആ ഇറക്കണേ. പോവാൻ വരട്ടെ മോനെ, ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, നീ ചൊല്ലോ. ചൊല്ലാം തങ്ങളെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്താണ് ദിക്റിന്റെ അർത്ഥം? അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്ത് ഞാൻ തേടുന്നു. ആ ദിക്ർ ചൊല്ലിക്കോ എന്ന് പറഞ്ഞയച്ചു. പിന്നെ ഒരാൾ വന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, ഇമാം റാസി രേഖപ്പെടുത്ത, അയാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ദാരിദ്ര്യമാണ്, ആർക്കും ജോലിയില്ല, പണിയില്ല, വരുമാനമില്ല, ദാരിദ്ര്യമാണ്. പറഞ്ഞു, ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, അത് ചൊല്ലിക്കോ, നാട്ടിലെ പ്രയാസങ്ങൾ മാറും. എല്ലാരോടും ചൊല്ലാൻ പറഞ്ഞു. ഏതാണ് ആ ദിക്ർ എന്നറിയോ? ഹസൻ ബസ്രി പറഞ്ഞു കൊടുത്തു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായി, മക്കളില്ല, ഭാര്യ ഗർഭിണിയാകുന്നില്ല. പോകാൻ വരട്ടെ, ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, അത് ചൊല്ലിക്കോ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും, സമ്പത്തില്ലാത്തവർക്ക് സമ്പത്തുണ്ടാകും, മഴ കിട്ടാത്തോടത്ത് മഴ കിട്ടും. ഞാൻ ആ ദിക്ർ പറഞ്ഞു തരാം, ചൊല്ലിക്കോ. ആ ദിക്ർ ചൊല്ലിക്കോളൂ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പിന്നെ ഒരാള് വന്നിട്ട് പറഞ്ഞു, ഞാനൊരു കർഷകനാ, എനിക്ക് പറയാനുള്ള സങ്കടം, കില്ലത്തുരീഇല്ലർളി, ഞാൻ ചെയ്യുന്ന കൃഷിയിലൊന്നും ഗുണം കിട്ടുന്നില്ല, എല്ലാം കരിഞ്ഞു പോകുന്നു, ലാഭമില്ല, കൃഷി നന്നാവുന്നില്ല. ചെള്ള് വന്ന് കുത്തിപ്പോവാ. കൃഷിഭൂമിയിലെ ചെള്ളുകുത്തൽ മാറണോ? നല്ലൊരു കീടനാശിനി ഉണ്ട്, ഒരു ദിക്റാണത്, അത് ചൊല്ലിക്കോ, അത് മാറിക്കോളുമെന്ന് സയ്യിദുനാ ഹസൻ ബസ്രി. ഏതാണ് ആ കീടനാശിനി? അല്ലെങ്കിൽ ഏതാണ് ആ ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഒരുപാട് ആളുകൾ ഒരു ദിവസം തന്നെ പല പ്രശ്നങ്ങൾ പറയാമെന്നോടത്ത് ഒറ്റ മരുന്നാ കൊടുത്തത്. ആ മരുന്നാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പല രോഗങ്ങൾക്കും പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ദിക്ർ ഒറ്റ മൂലിയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് മുഴുവനും ദൂരെ നിന്നൊരാൾ നിരീക്ഷിച്ചു. അയാൾ വന്നുകൊണ്ട് ചോദിച്ചു, അതാക റിജാൽ യസ്കൂന ഇലൈക അൻവാഅൻ മിനൽ ഹാജ. ഒരുപാട് ആളുകൾ വന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും പറയുമ്പോ എല്ലാവരോടും ഫഅമർതഹും കുല്ലഹും ബിൽ ഇസ്തിഗ്ഫാർ. ഒറ്റ പരിഹാരമല്ലേ അങ്ങ് പറഞ്ഞിട്ടുള്ളത്? ഈ ഒറ്റ ദിക്റല്ലേ അങ്ങ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് ആ ദിക്റിന്റെ രഹസ്യം? മഹാനായ ഹസൻ ബസ്രി നമ്മൾ ഓതിയ അർത്ഥം പറഞ്ഞ സൂറത്തു നൂഹിന്റെ ആയത്തുകൾ അങ്ങ് ഓതാൻ തുടങ്ങി. നൂഹ് നബി അന്ന ജനങ്ങളോട് പറഞ്ഞിരുന്നത്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. അല്ലാഹു തരട്ടെ. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുമ്പോൾ പടച്ചോനെ പുറത്തു തരണേ എന്ന് മാത്രമല്ല, നമ്മൾ കാണാത്ത പല രഹസ്യങ്ങൾ അതിൻ്റെ ഇടയിലുണ്ട്. നമ്മുടെ ഒരു അസ്തഗ്ഫിറുല്ലാഹ് ആയിരിക്കും, ഒരു പക്ഷേ ഒരു നാട്ടിലൊരു മഴ, പറയാൻ പറ്റില്ലേ? അള്ളാഹു അതിന് കൊടുത്തിരിക്കുന്ന വില വലുത് തന്നെയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഴ കിട്ടാതെ വരുമ്പോൾ മഹാനവറുകള് മഴ കിട്ടാതെ വരുമ്പോൾ ജനങ്ങളോട് പറയും, നിങ്ങൾ മഴ കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ വാതിലിൽ മുട്ടണേ എന്ന് പറയും. അപ്പൊ മഴ കിട്ടും. അള്ളാഹുവിന്റെ വാതിലിൽ മുട്ട. ഫമാ സാദ അലൽ ഇസ്തിഗ്ഫാർ ഫഖീല ലഹു മാ റഅയ്നാക ഇസ്തസ്ഖൈത. അള്ളാഹുവിന്റെ വാതിലിൽ മുട്ട. അപ്പൊ ചോദിക്കുക, അതെങ്ങനെ അള്ളാഹുവിന്റെ വാതിലിൽ മുട്ട? അപ്പൊ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ള ദിക്ർ കൂടുതൽ ചൊല്ലിയാൽ മഴ ഉണ്ടാകുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അള്ളാഹുവിന്റെ വാതിലിൽ മുട്ട. അപ്പൊ ഒരു സ്വഹാബി ചോദിച്ചു, തങ്ങളെ മാ റഅയ്നാക ഇസ്തസ്ഖൈത, അങ്ങ് മഴ തേടി ദ്വാരക്കണമെന്നും കാണാറില്ല, ഈ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലലേ കാണുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, ലഖദ് ഇസ്തസ്ഖൈതു ബിമജാദീഹിസ് സമാഇ, ആകാശത്തിന്റെ മഴക്കവാടങ്ങളിൽ മുഴുവനും ഞാൻ തട്ടിയതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലിയതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ഉണ്ടായേ പറ്റൂ. നമ്മുടെ വീട്ടിൽ ബാത്റൂമിലെ ടാപ്പ് കംപ്ലൈന്റ് ആണ്, ഇടക്കിടക്ക് ഓരോ തുള്ളി ഇറ്റ് വീഴുന്നുണ്ടെന്ന് അങ്ങോട്ട് സങ്കല്പിക്കാം. ഒരു ബക്കറ്റ് അതിന്റെ ചോട്ടിൽ വെച്ചാൽ കാലത്ത് മുതൽ ചാടുന്ന വെള്ളം ഒരു വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ എന്തോരുണ്ടോ, നിറഞ്ഞിട്ടുണ്ടാവും ചെയ്യും. ഇടക്കിടക്ക് വെള്ളം ചാടുന്നുണ്ടെന്ന ഒരു സൗണ്ടും, ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഇങ്ങനെ കയറി കയറി വരും അല്ലേ, ഒരു പ്രത്യേക സൗണ്ട് കേൾക്കാം. ആ ബക്കറ്റിൽ അത്രയും വെള്ളം കാണുമ്പോൾ, വൈകുന്നേരം വന്ന് കാണുമ്പോൾ, നിറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഞെട്ടിപ്പോവും. പടച്ചോനെ ഇത്രയും വെള്ളമാണ്, ഒരു കാര്യമില്ല, നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കമത്തി കളയില്ല. ഇത്രയും വെള്ളം പോയെന്നുള്ളൊരു തോന്നല് ഒരു ബോധമുള്ള മനുഷ്യന്റെ മനസ്സിൽ, പ്രത്യേകിച്ച് വേനലാണിയും ഉണ്ടാവും. അള്ളാഹു നമ്മുടെ കയ്യിലേക്ക് നമ്മൾ ചെയ്ത തെറ്റുകളും നന്മകളും ഒക്കെ ചെയ്ത ഏട് തരും. അള്ളാഹു വലത്തെ കയ്യിൽ തരട്ടെ. അതേ സമയം അതിലേക്കങ്ങ് നോക്കുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും, ഇത്രയും തെറ്റ് ഞാൻ ചെയ്തോ എന്നൊരു തോന്നൽ വരും. കാരണം ടാപ്പിൽ വെള്ളം വന്നത് ഒരു ലീക്കിലൂടെ മാത്രമാണ് ടാപ്പിൽ വെള്ളം വന്നത്. പക്ഷെ ഒരേ സമയം നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് പാപം വന്നത്. ഉദാഹരണം, നമ്മൾ ഒരു നുണ പറയുന്നുവെങ്കിൽ സത്യത്തിൽ അതിൽ പങ്കെടുത്ത അവയവങ്ങൾ എത്ര? ഒരു നുണ പറഞ്ഞുകൊടുത്ത് നാവ് എന്തായാലും പങ്കെടുത്തിട്ടുണ്ട്. ആ നാവ് നനഞ്ഞത്, ആ ഉമിനീര് പങ്കെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ആക്കം കൂട്ടിയ ആ മനസ്സിന്റെ വ്യഗ്രത പങ്കെടുത്തിട്ടുണ്ട്. അത് ചിന്തിച്ചു കൂട്ടി ഏത് നുണയായിട്ട് ഇപ്പൊ പറയേണ്ടത്, ഏത് വാക്കാ പറയേണ്ടതെന്ന് ആലോചിച്ച മനസ്സ് പങ്കെടുത്തിട്ടുണ്ട്. ഇത് പുറത്തേക്ക് വിട്ട പായും ചായും കായും ഒക്കെ ഉച്ചരിക്കാൻ വേണ്ടി ഉപയോഗിച്ച പല്ലും മഹ്റജുകൾ മുഴുവനും ചുണ്ടും ഒക്കെ ഈ നുണയിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ അവയവവും ഇപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നുണ പറയണ കാര്യമായി പറഞ്ഞു, ഒരു സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യത്തിൽ എത്ര അവയവ പങ്കെടുത്തത്. ഇങ്ങനെയാണെങ്കിൽ എത്ര ബക്കറ്റ് ഇപ്പൊ നമ്മൾ ഈ ലീക്കോളെടുത്ത് വെക്കേണ്ടി വരും? ആലോചിച്ചു നോക്കി. ഒരു തുള്ളി ചാടുന്നതല്ല, ഒരു നുണ പറഞ്ഞോടത്ത് എത്ര. അതിങ്ങ് കാണുമ്പോ മലക്ക് ഓടി അകലുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഒരു ഹദീസ് കാണാം, ഇദാ കദബൽ അബ്ദു തബഅദ അൻഹുൽ മലക്കു മൈല മിൻ നത്നി മാ ജാഅ ബിഹി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നുണയല്ലേ പറഞ്ഞത്, അതൊരു വാക്കല്ലേ? അല്ല, അതിലെത്ര ഭാഗങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും നാം കഴിച്ച ഭക്ഷണത്തിന്റെ ഊർജം പോലും അതിൽ പങ്കെടുക്കുകയാണ്. ഒരു തിന്മ സംഭവിക്കുന്നിടത്ത് അതിങ്ങനെ പലയിടങ്ങളിൽ നിന്നാണ് വരുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ഒരാളുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാതെ പറഞ്ഞു പോകും. ഇലാഹി അബ്ദുക്കൽ ആസി അതാകാ മുഖിറം ബിദ്ദുനൂബി വഖദ് ദആകാ വഇൻ തഗ്ഫിർ فأنت لذاك أهل وإن تطرد فمن يرحم سواك. ഇതൊരു മനോഹരമായ വാക്കുകളാണിത്. അള്ളാഹുവേ, നിന്റെ അടിമ നിന്റെ മുന്നിൽ വന്നു. ഈ അടിമക്കൊരു പ്രത്യേകത ഉണ്ട്. അൽ-ആസി, ഈ അടിമ നിരന്തരം പാപം ചെയ്തു പോയവനാണ്. അല്ലാഹ് നിരന്തരം പാപം ചെയ്തവനാണ്. അല്ലാഹ്, ഈ അടിമ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് മുഖിറം ബിദ്ദുനൂബി, പറ്റിപ്പോയി തമ്പുരാനേ, എനിക്ക് പറ്റിപ്പോയി അല്ലാഹ്, ഞാൻ എല്ലാം സമ്മതിച്ചു പോവാണ്. ഇനി ഒരു തെളിവും നീ എന്റെ മുന്നിൽ കാണിക്കണ്ട. നീ തെളിവ് എന്റെ മുന്നിൽ പറയും എന്നുള്ളത് എനിക്ക് ബോധ്യമായി. അല്ലാഹ്, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. എന്തൊരു അർത്ഥമാണെന്ന് അറിയുന്നത്. ബിമാ കാനു യക്സിബൂൻ. കസബ യക്സിബു സാധാരണ പറയാ ബിമാ കസബത്ത് ഐദിന്നാസ്, ശരീരത്തിൽ കയ്യ് ചെയ്യുന്നിടത്താ മിക്കവാറും കസബ യക്സിബു പറയാം. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്റെ കയ്യ് ചെയ്ത പ്രവർത്തനം എന്നാ പറയാം. പക്ഷെ ബിമാ കാനു യക്സിബൂൻ, ശരീരത്തിന്റെ സർവാവയവങ്ങളും ചെയ്തത് എന്നാണ് അതിനർത്ഥം. ഏതവയവം ഇപ്പൊ തെറ്റിയാത്ത? മനുഷ്യന്റെ അവയവം തെറ്റ് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ. ആ തെറ്റുകൾ, ഏത് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ അല്ലാഹു
ഒരു കവറിന്റെ അകത്ത്, ഒരു ബോക്സിന്റെ അകത്ത് വെക്കും. ആ ബോക്സിന്റെ പുറത്തെ ടൈറ്റിൽ വ്യഭിചാരം എന്നാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏത് തെറ്റ് ചെയ്താലും അതിനെ വ്യഭിചാരം എന്ന കാറ്റഗറിയിലാ മിനിമം അത് ഉൾപ്പെടുത്താം. അങ്ങനെയാണ്. ഏത് നന്മ ചെയ്താലും അതിനെ സ്വതക്ക എന്ന ബോക്സിലാ വെക്ക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏത് കാര്യത്തെയും കൊണ്ടോ മിനിമം സ്വതക്കയുടെ പാക്കറ്റിൽ കയറ്റിവിടും. ലോക്കൽ പാക്കറ്റല്ല, സ്വതക്ക എന്ന ബ്രാൻഡായിട്ടായിട്ട് ഏത് നന്മ അവിടെ എത്താം. ബ്രാൻഡഡ് ആക്കി അള്ളാഹു അവിടെ എത്തിക്കാം. തെറ്റും അങ്ങനെയാണ്. തെറ്റുകൾ ഏത് ചെയ്താലും അതിനെ അള്ളാഹു വെക്കുന്ന ബോക്സ്, അതിന്റെ പേര് വ്യഭിചാരം എന്നാ. നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങൾ പങ്കെടുക്കുമ്പോഴാ ഒരു തെറ്റ് സംഭവിക്കാം. അങ്ങനെയെങ്കിൽ വലിയ തെറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതിലേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല, പറയുന്നില്ല. വലിയ തെറ്റൊക്കെ നിങ്ങൾ ആലോചിച്ചോളൂ. ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇന്നൽ മുഅ്മിന ഇദാ ദനബ കാനത് നുക്തത്തുൻ സൗദാഉ ഫീ ഖൽബിഹി. വെള്ളത്തുള്ളി ഇറ്റ് വീണ പോലെ മൂമിനായ മനുഷ്യന് ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ഒരു കറുത്ത പുള്ളി വന്നവന്റെ ഖൽബ് എന്ന് പറയുന്ന ചെറിയ ബക്കറ്റിന്റെ അകത്തേക്ക് അടയാളമായി വന്നു വീഴാ ഒരു കറുത്ത പുള്ളി വന്നു വീഴുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഫഇൻ താബ, ഉടനെ അവൻ തൗബ ചെയ്തുവെങ്കിൽ, തൗബ ചെയ്തതിന്റെ കൂടെ ഇനി ഒരിക്കലും അതിലേക്ക് പോവില്ല എന്ന പശ്ചാത്താപത്തിന്റെ പ്രതിജ്ഞ അവൻ നിലനിർത്തുകയും ചെയ്താൽ, നിലവിലാ തെറ്റിൽ നിന്നും ഊരി വരികയും ചെയ്താൽ, മഹാന്മാര് പറയുന്നുണ്ട് മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അദ്ദേഹത്തിന്റെ ഗുനിയയിലൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ആ വഴിക്ക് പോയപ്പോഴാണ് അന്ന് ആ തെറ്റുണ്ടായെങ്കിൽ പിന്നെ ആ വഴിക്കേ പോകാൻ പാടില്ല. ഒരു നല്ല കാര്യത്തിന് പോലും ആ വഴിക്ക് പോകാൻ പാടില്ല. എന്തുകൊണ്ടാന്നറിയോ? ആ വഴിക്കാ മറ്റേ ആളോട് ഇരിപ്പുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും, കഴിഞ്ഞ ആഴ്ച ഇല വന്നപ്പോഴാണ് മറ്റേ ഇറങ്ങണ്ട. ഇല്ല, ആ ഇല്ല എന്ന് പറയാൻ വേണ്ടി അവനോട് നമ്മുടെ മനസ്സ് മന്ദിരിക്കല് പോലും അപകടമാണ്. അങ്ങനെയുണ്ട്. ഇവിടെ ഇപ്പൊ ഒരാള് പബ്ലിക് അല്ലേ അത് തിന്നിട്ട് തുപ്പിയിട്ട, സാധാരണ അവിടെ ഒരു കടലാസോ അല്ലെങ്കിൽ വല്ല കല്ലിന്റെ കഷ്ണമാണ് നമ്മൾ ഇങ്ങനെ തട്ടിക്കളഞ്ഞാൽ അത് അല്ല ചെരുപ്പ് കൊണ്ട് തട്ടി എന്ത് ചെയ്യും? അത് അങ്ങോട്ട് പോയി. മറ്റേ സാധനം തട്ടിക്കളഞ്ഞാലോ ഈ വായിലിട്ട് ചവച്ച് തുപ്പണ പണി കിട്ടും. സംഗതി നമ്മൾ സതുദ്ദേശം ചെയ്തായിരിക്കും. എന്നാലും എന്ന് പറഞ്ഞ പോലെ ഒരു നന്മ ചെയ്യാനായിട്ട് ആ വഴിക്കേ പോകരുത്. അത് തൗബയുടെ ഷർത്തായി പറഞ്ഞിട്ടുണ്ട് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. തൗബയുടെ ഷർത്തായി. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് വീട്ടിലിരിക്കൽ നടക്കുള്ളൂ. കാരണം എന്താ, പണ്ട് സിനിമ കാണാൻ പോയത് ആ വാതക്കട തന്നെയാണ് മറ്റേ ആളെ ആശുപത്രി കിടന്നപ്പോൾ ബ്ലഡ് കൊടുക്കാൻ പോകാൻ. നമുക്ക് പോകാൻ സ്ഥലമല്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ അള്ളാഹു നന്നാക്കട്ടെ. ഒരിക്കലും നമ്മൾ നന്നാക്കാനല്ല ദുആരക്ക. എന്തായാലും ഇത് നന്നാവലൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യാണ്. വലിയൊരു മനുഷ്യനുണ്ടായി ഈ ലോകത്ത്. ആ മനുഷ്യനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത് മാന്യന്മാരിൽ ഏറ്റവും വലിയ മാന്യനാണ് എന്നാണ്. ആ മഹാന്റെ മാന്യത കൊണ്ട് അദ്ദേഹത്തിന്റെ വാപ്പാടെ വാപ്പയും അദ്ദേഹത്തിന്റെ വാപ്പയും പിന്നത്തെ വാപ്പയും ഈ മഹാന്റെ മാന്യത കൊണ്ട് മാന്യന്മാരായി അള്ളാഹു ചിത്രീകരിച്ചു. അത്രയും വലിയൊരു മാന്യനായ ഒരു വലിയ മഹാനുണ്ടായിട്ടുണ്ട് ഈ ലോകത്ത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. സുലൈഖയുടെ കൊട്ടാരത്തിൽ വെച്ചിട്ട് മഹാനവറുകൾ ഒരു മാന്യത കാണിച്ചു. ആ മാന്യത വല്ലാത്ത മാന്യതയാണ്. ആ മാന്യത ലോകത്ത് ഒരു യൗവനം നിലനിൽക്കുന്ന ആരിലും ഉണ്ടാവേണ്ട ഒരു മാന്യതയാണ്. ഒരാൾ എപ്പോഴാണ് ഏറ്റവും വലിയ മാന്യനാകുന്നത്? ഏറ്റവും വലിയ മാന്യനാവുന്നത് അദ്ദേഹത്തിന്റെ ഏകാന്തതയിലെ അയാളുടെ ഈ സഭ്യമായ പ്രവർത്തനത്തെ വിലയിരുത്തുമ്പോഴാണ് മാന്യനാവുക. സംഗതി ആള് കൊള്ളാം, പക്ഷേ ഉള്ളിലിരിപ്പ് മോശമെന്ന് കുറേ കഴിയുമ്പോഴേ മനസ്സിലാവും. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു മനുഷ്യന് ഉണ്ട്, എല്ലാ മനുഷ്യന്മാരിലും ഉണ്ട്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു അങ്ങനത്തെ ഒരു വലിയ മഹാൻ ഉണ്ടായിട്ടുണ്ട്. ആ മഹാൻ മാന്യന്മാരിൽ മാന്യൻ യൂസുഫ് ബിനു യഅഖൂബ് ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹിം സയ്യിദുനാ റസൂലുള്ളാഹി. യൂസുഫ് ബിനു യഅഖൂബ് ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹിം. എത്ര പേരെ പറഞ്ഞു? ഈ ഏറ്റവും താഴെയുള്ള പേരക്കുട്ടിയുടെ മാന്യത വല്ലുപ്പാക്ക് പോലും കിട്ടി. ആ വല്ലുപ്പയാണ് സയ്യിദുനാ ഇസ്ഹാഖ് നബി. അതിനപ്പുറത്തേക്ക് സയ്യിദുനാ ഇബ്രാഹിം. ഈ മാന്യത അങ്ങോട്ട് പോലും കിട്ടി എന്നുള്ള അത്രയും വലിയ മഹാനായ അത്ഭുതപ്പെടുത്തുന്ന ആ മനുഷ്യൻ ദ്വാരുന്നത് എന്താണെന്നറിയോ? പടച്ചവനെ നന്നാക്കണേ നല്ല ദ്വാരുന്നത്. ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിശുദ്ധി എന്താ? ഒരു മുറബിയായ ശൈഖ് ഇടപെട്ട ജീവിതമാണ്.
ഈ മുറബിയായ ഷെയ്ഖ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. നമ്മുടെ മുറബിയായ ഷെയ്ഖ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത. എന്താ മുറബിയായ ഷെയ്ഖ്? ഒരാളെ നന്നാക്കുന്ന വഴികാട്ടി എന്നതിനർത്ഥം. നമ്മളെ നന്നാക്കുന്ന വഴികാട്ടി സ്വലാത്ത. സ്വലാത്ത് കൂടുതൽ ചൊല്ലുന്ന ആൾക്ക് ഹൃദയ സാന്നിധ്യം വേണ്ട. സ്വലാത്ത് ഡയറക്റ്റ് ഹൃദയത്തിൽ കയറി കഴിഞ്ഞു. ഹൃദയത്തെ നന്നാക്കി. ഹൃദയ സാന്നിധ്യം വേണ്ടാത്ത ഒരേ ഒരു അമല് സ്വലാത്താണ്. ഹൃദയ സാന്നിധ്യം വേണ്ടാത്ത ഒരേ ഒരു അമല് സ്വലാത്താണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വലാത്ത് ചൊല്ലുന്ന നേരത്ത് ഹൃദയ സാന്നിധ്യം വേണ്ട. ഹൃദയ സാന്നിധ്യമില്ലാതെ അവൻ ചെയ്യുന്ന സ്വലാത്ത് എന്ന അമല് അവനെ നന്നാക്കിക്കൊണ്ടിരിക്കാം. ഹൃദയത്തിൽ അത് ഇടപെട്ട് കഴിഞ്ഞു. നമ്മുടെ ഏറ്റവും വലിയ മുറബിയായ ഷെയ്ഖ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത. നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റൂല. സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, സ്വലാത്ത് മുന്നിൽ ഇടപെടും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് നമ്മുടെ ജീവിതത്തിൽ തടഞ്ഞു നിർത്താൻ ഒരു ഓർമ്മയായി നമ്മളിൽ ഇടപെടും. ഇത് ലോകത്തുള്ളതാ. മഹാന്മാരായ അമ്പിയാക്കൾ അവരുടെ സമൂഹത്തിലെ സ്വാലിഹീങ്ങൾക്ക് ഷെയ്ഖായിരുന്നു. തെറ്റ് ചെയ്യാതെ അവർ ഇടപെടും. അവർ മുന്നിൽ വന്ന് ഇടപെട്ടിരിക്കും. ആ ഒരു ഇടപെടലുണ്ടായ ഒരു മഹാനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ആയത്ത് ഞാൻ പറയാം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുലൈഖയുടെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് മഹാനവറുകൾ തെറ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്താ? വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബിഹി. പറയട്ടെ, ഒരാണായാലും പെണ്ണായാലും എതിർലിംഗത്തിലുള്ള ഒരാള് ലൈംഗികമായ ആവശ്യത്തിൽ തന്റെ എതിർലിംഗത്തിലുള്ള ആളിൽ ഒരു പരിധിയിലധികം ബലം പ്രയോഗിച്ചാൽ ശരീരത്തിന് സ്വാഭാവികമായും ഒരു തളർച്ച വരാം. അതൊരു സ്വാഭാവികമായ ശരീരപ്രകൃതമാണ്. സുലൈഖയുടെ കൊട്ടാരത്തിൽ വെച്ച് യൂസുഫ് നബി അത് ചെയ്യണ്ട, പക്ഷെ എതിർക്കാനുള്ള ശക്തി ചോർന്നു പോയാൽ പടച്ചവനെ വലിയ തെറ്റ് സംഭവിക്കുമായിരുന്നു. ആ ശക്തി ചോർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇടപെടുകയാണ്. യൂസുഫ് നബിയും സുലൈഖയും മാത്രമുള്ള സന്ദർഭത്തിൽ യൂസുഫ് നബിയേക്കാൾ ബലപ്രയോഗത്തിൽ സുലൈഖ മുന്നിട്ട് നിൽക്കുന്ന നേരത്ത് സുലൈഖ റളിയല്ലാഹു അൻഹയെ കീഴടക്കാൻ വേണ്ടി യൂസുഫ് നബി കുഴഞ്ഞു പോകുന്ന ഒരു നേരമുണ്ട്. ആ സമയത്ത് ഖുർആൻ പറയുന്നു, ലൗലാ അർആ ബുർഹാന റബ്ബിഹി. മഹാനായ യൂസുഫ് നബിയുടെ മുറബിയായ ഷെയ്ഖ് മുന്നിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ, ലൗലയുടെ ജവാബ് പറഞ്ഞിട്ടില്ല, അവിടെ അരുതാത്ത സംഭവിച്ചു പോയാനെ. ഒരു മുറബിയായ ഷെയ്ഖ് അവിടെ ഇടപെട്ടു. മഹാനായ യൂസുഫ് നബിയുടെ നന്മകൾ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനുള്ളതായ ഒരു ഇടപെടൽ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഒരു ബുർഹാൻ ഇടപെട്ടു എന്നാ പറഞ്ഞത്. എന്താണ് ഈ ബുർഹാൻ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ജലാലുദ്ദീൻ സുയൂത്തി അടക്കമുള്ളവരാൾ രേഖപ്പെടുത്തി. തൊട്ട് മുന്നിൽ യാക്കൂബ് നബി എന്ന വാപ്പ വന്നിട്ട് യൂസുഫ് നബിയുടെ നെഞ്ചില് കൈയിങ്ങനെ അമർത്തി ഒരൊറ്റപ്പെടുത്താം. അതോടുകൂടെ ശരീരത്തിന്റെ നോർമലി ഉള്ള വൈകാരിക താല്പര്യത്തെ വിരൽ തുമ്പിലൂടെ അള്ളാഹു പുറത്തേക്ക് കളഞ്ഞു. മഹാനവറുകൾക്ക് അങ്ങനെ ഒരു ആ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരാത്ത വിധം അതിന്റെ വിപരീതമായ ഒരു പ്രകൃതം മനസ്സിലേക്ക് കൊടുത്തു. വികാരത്തോട് വിപരീതമായി നിൽക്കുന്ന ഒരു പ്രകൃതം മനസ്സിൽ കൊടുത്തു. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ലൗലാ അർആ ബുർഹാന റബ്ബിഹി. അള്ളാഹുവിന്റെ ബുർഹാൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ. അത്രയും വലിയ മഹാനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അള്ളാഹുവോട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ എന്നെ സ്വാലിഹാക്കണം എന്നല്ല. അടക്ക എന്ത് വില ഉണ്ടെന്ന് അറിയോ? ഇപ്പൊ അടക്ക അറിയില്ല. ഞാനൊരു വില വെറുതെ പറയാണ്. ഒരു 400 രൂപ കൂട്ടിക്കോളൂ. കുരുമുളക് 800 രൂപയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അള്ളാഹു വേല. അപ്പോ അതിൻ്റെ അകത്ത് കുരുമുളകാവട്ടെ, നമ്മൾ കുറച്ച് കുരുമുളക് എടുത്തിട്ട് ഇങ്ങനെ ഒരു വാളൻ ഇങ്ങനെ എടുത്ത്, അല്ലെങ്കിൽ 1 കിലോ കുരുമുളക് എടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 1-2 ഒക്കെ എന്തുണ്ടാവും? ഒരിത്തിരി ഫസ്റ്റ് ക്വാളിറ്റി കുറഞ്ഞതുണ്ടാവും. എന്നാലും ഇത് ഒറ്റ നോട്ടത്തിൽ ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റിക്ക് കൊടുക്കുന്ന വില തന്നെ ഇതിൻ്റെ അകത്ത് കയറി കൂടിയ ആ ഫസ്റ്റ് ക്വാളിറ്റി അല്ലാത്ത 1-2 പീസിനും അതേ വില തന്നെയാണല്ലോ നിശ്ചയിച്ചിരിക്കുന്നത്. തവഫനി മുസ്ലിമ, അള്ളാഹു എന്നെ മുസ്ലിമാക്കി നീ മരിപ്പിക്ക്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോട് ചേർക്ക്. ശരിക്കും ഇതാ ചെയ്തത്. നിറം കുറഞ്ഞ അടക്ക വിൽക്കാൻ ചെന്നപ്പോ നിറമുള്ളതിന്റെ കൂടെ തന്നെ അതിനും വില കിട്ടി. ഒരു ചാക്ക് നിറയെ നിറമുള്ള അടക്ക വിൽക്കാൻ ചെന്നപ്പോ ഒരു 10 നിറത്തിരി കുറഞ്ഞതിൻ്റെ അത് മാറ്റി വെച്ച ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഈ വിലയിൽ പോവില്ല. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോട് ചേർക്കെന്ന് പറഞ്ഞാൽ ഞാൻ സ്വാലിഹ് ആവണം എന്നുള്ളതിനർത്ഥം. ആ കൂട്ടത്തില്
ചേർത്ത് തരട്ടെ. അതിനുവേണ്ടി ദുആറുന്ന ആളാണ് സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വരും. കറുത്ത പുള്ളി ഇങ്ങനെ ഓരോ തുള്ളി വെള്ളം ഒരു പാത്രത്തിലേക്ക് ഇറ്റ് വീണ പോലെ നമ്മൾ അറിയാതെ കറുത്ത പുള്ളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ കറുത്ത പുള്ളിയെ നമ്മൾ തൗബ ചെയ്ത് അപ്പ അങ്ങ് കഴുകി നമ്മൾ വെള്ള ഡ്രസ് ഇട്ടാൽ കല്യാണ വീട്ടിൽ പോയി ആ ഇറച്ചിക്കറി വിളമ്പിപ്പോ 2 തുള്ളി തെറിച്ച അപ്പൊ തന്നെ ചായ ഗ്ലാസ്സിൽ നിന്ന് ഒരല്പം ചായ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു പേടി, ഈ അടയാളം അപ്പൊ തന്നെ കഴുകി കളഞ്ഞിട്ട് പോവില്ലാന്നൊരു തോന്നല് കറി ചാടുമ്പോ നമുക്ക് ഉണ്ടെങ്കിൽ അതിലും അപകടകരമായ സാധനം ഈ കൽബിലേക്ക് ചാടാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കൽബ് കഴുകിയാൻ വെളുക്കാത്തൊരവസ്ഥയിലേക്ക് വരുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴുകിയാൻ വെളുക്കാത്ത അവസ്ഥ വരുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ യഅലു ഖൽബ, അവന്റെ ഹൃദയത്തെ അത് കീഴടക്കി. ഇപ്പൊ ഒരു കറുത്ത കരിക്കട്ട കഷ്ണം അവിടെ ഇരിക്കുന്നത്. അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അല്ലാഹു നന്നാക്കി തരട്ടെ. ഹൃദയത്തെ അത് കീഴടക്കിയ ഒരു വലിയ കറുപ്പായി മാറുമെന്ന് ഖുർആൻ. അല്ലാഹു നന്നാക്കി തരട്ടെ. പുണ്യ നബി എപ്പോഴും ചെയ്തൊരു ദുആ ഉണ്ട്, റസൂലുള്ളാഹി എപ്പോഴും ചെയ്തൊരു ദുആ ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഈ ദുആ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന ഇദാ അഹ്സനു ഇസ്തബ്ശിറു വ ഇദാ അസാഉ ഇസ്തഗ്ഫിറു. അല്ലാഹുവേ, എന്നെ നീ ഉൾപ്പെടുത്തേണ്ടത്, ജനങ്ങളിൽ കുറേ നല്ല മനുഷ്യന്മാരുണ്ട്, ഒരു നല്ലത് ചെയ്യുമ്പോൾ അവർക്ക് നാളെ അതിൽ ആഖിറത്തിൽ കൂലി കിട്ടുമെന്ന ഒറ്റയ്ക്കിരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം അമല് ചെയ്യുമ്പോൾ കിട്ടുന്ന ആളുകളുണ്ട്, അവരിൽ എന്നെ ഉൾപ്പെടുത്തണം അല്ലാ. മുഹമ്മദ് നബി തെറ്റെങ്ങാനും സംഭവിച്ചു പോയാൽ, നിനക്ക് എതിരെ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചു പോയാൽ, അതിന്റെ പേരിൽ അല്ലാഹുവേ ഖേദിച്ച് വേദനിച്ച് കഴിയുന്ന കുറെ നല്ല മനുഷ്യന്മാരുണ്ട്, അവരുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിന്റെ നല്ല നല്ല ഭാഗങ്ങളിൽ ചേരാൻ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലേക്ക് ചിന്ത വരാൻ മഗ്ഫിറത്തിന്റെ പത്തിൽ അള്ളാഹു നമുക്ക് പ്രചോദനവും പ്രേരണയും ആവേശവും തന്ന് അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്ക തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കുക അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. അനുഗ്രഹീതമായ സദസ്സിൽ പങ്കെടുത്ത സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാ. ജീവിതത്തിൽ എല്ലാ വിശുദ്ധിയും ഞങ്ങളിൽ നീ നിലനിർത്തണേ അല്ലാ. ദുആക്ക് ഇജാബത്ത് തടയപ്പെട്ട ആ ഭാഗ്യം കെട്ട ആളുകളിൽ ഈ റമളാനിൽ പോലും ഞങ്ങൾ ആവല്ല അല്ലാ. റമളാന്റെ എല്ലാ പരിഗണനയും ഞങ്ങളിൽ നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മറന്നുപോയ തെറ്റുകൾ നിന്റെ മുന്നിൽ രേഖയല്ലേ, നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. തമ്പുരാനെ, ഞങ്ങളുടെ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, അവിചാരിത നേരത്തെ ഒരുക്കങ്ങളില്ലാത്ത മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, നോമ്പുതുറയിലും മറ്റുമായി സഹായിക്കുന്ന സഹകരിക്കുന്ന സജീവമാകുന്ന എല്ലാവരിലും ഖൈറ് നൽകുക അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضله صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.